Hi dear friends, welcome back to Happy Life TV. പലരും പലപ്പോഴും പറഞ്ഞിട്ടുള്ള പങ്കുവച്ചിട്ടുള്ള ഒരു കാര്യമാണ്, എനിക്ക് വല്ലാത്ത മുൻകോപമാണ്. കോപം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യാമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഭാര്യയെ അടിക്കും, മക്കളെ അടിക്കും, തല്ലിപ്പൊളിക്കും, എല്ലാം കഴിഞ്ഞ് എനിക്ക് കുറ്റബോധം വരും എന്ന് പലരും പറയാറുണ്ട്. ഇതിനെന്താണ് പരിഹാരം എന്നതാണ് ആദ്യമായി തന്നെ സൂചിപ്പിക്കാനുള്ളത്. ഇതിന് മെഡിറ്റേഷനിലൂടെയും അതുപോലെ തന്നെ ചില തെറാപ്പിയിലൂടെയും ഈ ഒരു എക്സ്ട്രാ ആങ്കർ വരുന്ന ഒരു പാറ്റേൺ നമുക്ക് പൊളിച്ചെഴുതാൻ കഴിയുന്നതാണ്. ഇനി അതല്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ, ഞാനൊരു കഥ ഓർക്കുകയാണ്. ഒരു തവണ ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്നിട്ട് ഒരാൾ പറഞ്ഞു, എനിക്ക് വല്ലാത്ത അമിതമായ ദേഷ്യമുള്ള ആളാണ് ഞാൻ, ഇത് ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടത്, അതിൻ്റെ ഫലം എന്താണ്, ഞാൻ എങ്ങനെയാണത് ഒഴിവാക്കുക എന്ന് ചോദിച്ചപ്പോൾ ഗുരു അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ ചെന്ന് ഇനി ദേഷ്യം വരുമ്പോഴൊക്കെ ആരോടാവട്ടെ, ഫാമിലി ആവട്ടെ, കൂടെയുള്ളവരോടാവട്ടെ, ആരോടാണെങ്കിലും ഇനി ദേഷ്യം വരുമ്പോഴൊക്കെ നിങ്ങളൊരു ആണി എടുത്ത് ഒരു മരം കാണിച്ചു കൊടുത്തപ്പോൾ ആ മരത്തിൻ്റെ മുകളിൽ നിങ്ങൾ അടിച്ചു വെക്കുക. എന്നിട്ട് അങ്ങനെ ഏകദേശം ദിവസങ്ങൾ, ഒരാഴ്ച കഴിഞ്ഞ് ഈ ഗുരുവിൻ്റെ അടുത്ത് വീണ്ടും ചെന്ന് ഇദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഗുരു വന്നിട്ട് ആ മരത്തിൻ്റെ അടുത്ത് വന്ന് നോക്കുമ്പോൾ മരത്തിൽ മുഴുവനും ആണിയാണ്. ഓരോ തവണ ദേഷ്യം വന്നപ്പോഴും ഇദ്ദേഹം അടിച്ചു വെച്ച ആണികൾ അവിടെ ഇരിക്കുക. ആ ആണികളെല്ലാം ചൂണ്ടിക്കാണിച്ച് ഗുരു പറഞ്ഞു, ഇനി നിങ്ങൾ സാവധാനം ആ ദേഷ്യമൊക്കെ അടങ്ങിയെങ്കിൽ നിങ്ങൾ ആ സാവധാനം ഓരോ ആണി അങ്ങ് ഊരിക്കളഞ്ഞേക്കും. അങ്ങനെ ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ഓരോ ആണിയും ഊരിക്കളഞ്ഞ് അവസാനം അതിലൊരു വലിയ ഹോളുകൾ, ആണിയുടെ ഹോളുകൾ അവിടെ ഉണ്ടായിരുന്നു, ദ്വാരങ്ങൾ. അപ്പം ഗുരു പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ആരോടാണെങ്കിലും ദേഷ്യം പിടിക്കുന്ന സമയത്ത് നിങ്ങളൊരു ആണി അടിക്കുന്നു, ആ ദേഷ്യം നിങ്ങൾക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാലും, ദേഷ്യം നിങ്ങളിൽ നിന്ന് ഇല്ലാതായി കഴിഞ്ഞാലും, പക്ഷേ അതിൻ്റെ ദ്വാരം അവിടെ ഉണ്ടാകും. മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നിങ്ങൾ ഏൽപ്പിക്കുന്ന വളരെ വലിയ ഒരു മുറിവാണത് എന്ന് ഈ ഗുരു പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ ആരോടെങ്കിലും ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ദേഷ്യത്തിൻ്റെ ആ ഒരു ലെവൽ മാറിപ്പോയാലും, പക്ഷെ മറ്റുള്ളവരുടെ മനസ്സിന് വളരെ ഗുരുതരമായ രീതിയിലുള്ള മുറിവുകളാണ് സത്യം പറഞ്ഞാൽ നാം ഏൽപ്പിക്കുന്നത്. ഈ ഒരു യാഥാർത്ഥ്യത്തോടു കൂടെയുള്ള ഒരു തിരിച്ചറിവ് തന്നെ നമ്മളെ മാറ്റുമെന്നാണ് ആധുനിക സൈക്കോളജിയിലെ ചില ശാഖകൾ. ഞാൻ ചെയ്യുന്നതിൽ ഇങ്ങനെയുള്ള പ്രശ്നമുണ്ട്, ഇങ്ങനെയുള്ള അപാകതകളുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. യഥാർത്ഥത്തിൽ മനസ്സിലായാൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ആധുനിക സൈക്കോളജിസ്റ്റുകൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ കൂട്ടത്തിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ചില കാര്യങ്ങൾ, ഒരാൾക്ക് ഭാര്യയുമായി സംഭാഷണം നടത്തുന്നതിൽ അമിതമായ അങ്ങ് ദേഷ്യം വരുവാണെങ്കിൽ, എന്തെങ്കിലുമൊക്കെ തെറി പറയാം, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും വാക്കുകൾ ഉപയോഗിച്ച് പോകുമെന്ന് ഭയപ്പെടുകയാണെങ്കിൽ, ലീവ് ദ സ്പേസ്. യു ജസ്റ്റ് ലീവ് ദ സ്പേസ് ഓർ ലീവ് ദ പേഴ്സൺ. നിങ്ങൾ ആ സമയത്ത് നിന്ന് അല്പസമയത്തേക്കൊന്ന് അവിടുന്ന് മാറിപ്പോവുക. റൂമിൽ നിന്നാണ് സംസാരമെങ്കിൽ ഒന്ന് അപ്പുറത്തൊക്കെ പോയിട്ട് ഒന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് തിരിച്ചു വരിക. അപ്പോഴത്തേക്കും ഉള്ളിലുള്ള ദേഷ്യം ഒന്നടങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ചില മാർഗങ്ങൾ ഉപയോഗിക്കുക. ഇനി ആത്യന്തികമായ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ചില തോട്ട് കൺട്രോളിങ് പ്രോസസ്സ് ഉണ്ട്. സത്യം പറഞ്ഞാൽ നിലവിലെ അവസ്ഥയിൽ നമ്മുടെ ചിന്തകൾ നമ്മളെ ഇങ്ങോട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ചിന്തകൾ അങ്ങോട്ട് ഭരിക്കുവാനും നിയന്ത്രിക്കുവാനും കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ചിന്തയുടെ മാസ്റ്ററായിട്ട് നമുക്ക് മാറാൻ കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് പരിഹാരമായിരിക്കും. അതിന് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, ഒരു തോട്ട് പ്രോസസ് തെറാപ്പിയാണ്, അല്ലെങ്കിൽ ഒരു തോട്ട് കൺട്രോളിങ് പ്രോസസ്സാണത്. വളരെ വിശാലമായ രീതിയിൽ സൈക്കോളജിസ്റ്റുകൾ പഠിപ്പിക്കുന്നുണ്ട്. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരു 10-15 മിനിറ്റ് ശാന്തമായ ഒരു സ്ഥലത്തിരിക്കുക. എന്നിട്ട് എന്തൊക്കെ ചിന്തകളാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായ രീതിയിൽ ജസ്റ്റ് നിരീക്ഷിക്കുക. യു നെവർ ക്രിട്ടിസൈസ് ഇറ്റ്, നെവർ ട്രൈ ടു കൺട്രോൾ ഇറ്റ്. ഒരിക്കലും അതിനെ നിയന്ത്രിക്കുവാനോ അതിനെ വിമർശിക്കുവാനോ നിൽക്കാതെ ജസ്റ്റ് യു ലിസൺ ഇറ്റ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്, എന്തൊക്കെ ചിന്തകളാണ് എൻ്റെ മനസ്സിലൂടെ പോകുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. അങ്ങനെ ദിവസങ്ങൾ ദിവസവും ഒരു 10-15 മിനിറ്റ് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾ ഇങ്ങനെ കഴിയുമ്പോഴത്തേക്കും, ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടും, എൻ്റെ ചിന്തകൾ കുറഞ്ഞു വരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. 1-2 ആഴ്ചകൾ കഴിയുമ്പോഴത്തേക്കും അത്തരം ചിന്തകൾ കുറഞ്ഞു വരികയും
പിന്നീട് അല്പം കൂടെ നാം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നാം ആഗ്രഹിക്കാത്ത ചിന്തകൾ വരാത്ത ഒരവസ്ഥയിലേക്ക്, നാം ആഗ്രഹിക്കുന്ന ചിന്തകൾ മാത്രം വരുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കുകയും അൺകൺട്രോളബിൾ ആയിട്ടുള്ള ആങ്കർ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ, പൂർണ്ണമായും അതിൽ നിന്ന് മുക്തി നേടുവാൻ നമുക്ക് സാധിക്കുമെന്നാണ് മനഃശാസ്ത്ര വിദഗ്ധർ പഠിക്കുന്നത്. ഇത് നിങ്ങൾ ശ്രമിച്ചു നോക്കുക, നിങ്ങൾ ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നമുക്ക് കിട്ടുമെന്ന് തന്നെയാണ് അനുഭവത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇമോഷണൽ ഹെൽത്തുള്ള ഒരു വ്യക്തിയായി നിങ്ങൾ മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് വീണ്ടും വ്യത്യസ്ത വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡുകൾ നമുക്ക് വീണ്ടും കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് TV.